നീ പിള്ളേരായിട്ടൊന്നും അധികം കൂടാൻ നിൽക്കണ്ട. അവരൊന്നും ശരിയല്ല. ഞാൻ കണ്ടതാ 2-3 ദിവസം മുമ്പാടായിട്ട് കള്ളുകുടിയും അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന ആ പാടത്തിന്റെ സൈഡിലൊക്കെ. അപ്പോഴും നിന്നെ കണ്ടില്ല. നിന്റെ കൂട്ടുകാരന്മാരല്ലേ, അവരൊന്നും ചെന്ന് പെടാൻ നിൽക്കണ്ടട്ടാ. അതെ, നോക്കിക്കാണ്ട് അപ്പുറത്ത് കുറെ തുണിയുണ്ട്, അതൊക്കെ തിരുമ്പി നോക്കി. ഇവിടെ തടിച്ച് തുടക്കലൊക്കെ പരിപാടി കുറെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ നോക്കി പോയിട്ട്. എന്നെ പറഞ്ഞു അതിനുള്ള സമയം തന്നെ അത് പോകും. ആ സുഖാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഓ വരാലോ, അതിനെന്താ, ഇപ്പൊ വരാം. ആരാ മോനെ വിളിച്ച്? അതാ ഇക്കമ്മ, എപ്പം നോക്കിയാലും ഒരേ ഉപദേശമാണ്. ബന്ധത്തിലുള്ളതുകൊണ്ട് ഞാനൊന്നും പറയണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ കൂടി. അത് നമ്മുടെ കുടുംബായതല്ലേ മോനെ നിന്നെ ഉപദേശിക്കണേ. പക്ഷെ ആള് കുടുംബം അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഉപദേശിക്കണേ? പറയണ കാര്യം നല്ലതാന്ന് കേക്ക്. അതുകൊണ്ടാണ് നീ നല്ല രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഉപദേശിക്കുന്നത്. പിന്നെ നമ്മുടെ കുടുംബം കൂടിയല്ലേ. മോൻ ദേഷ്യപ്പെടുവൊന്നും വേണ്ട, വിളിച്ചാലും അങ്ങോട്ടൊന്ന് ചെല്ല്, നല്ല കാര്യമാണ് കേട്ടാ. മോനിക്കേ ഉമ്മ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാണ്ട് മൊബൈൽ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കണ്ട കേട്ടാ. ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കുമ്പോ പോട്ടെ. ഇപ്പൊ തന്നെ ഇത്തിരി നേരത്തെ പോയ നേരത്തെ പണികൾ തീർത്തുകൊണ്ട് ഉമ്മക്ക് വരാലോ കേട്ടാ. അതെ, ഭക്ഷണം കഴിച്ചിട്ടാ വച്ച പോലെ അതേപോലെ ഇരിക്കണ്ട. ഭക്ഷണം കഴിച്ചിട്ട് ഇക്ക വരാൻ പറഞ്ഞില്ലേ, ഒന്ന് അങ്ങോട്ട് ചെന്നോ, കുഴപ്പമില്ല. എന്തിനാണോ വേണ്ടത്? ആൾക്ക് വേറെ പണിയൊന്നുമില്ല. വിളിച്ചിരുന്നു. ഞാൻ വിളിച്ചതേ, നിനക്കറിയാലോ നിന്റെ ഉമ്മ എത്ര കഷ്ടപ്പെട്ടാ നിന്നെ നോക്കണമെന്നൊക്കെ. നീ നിന്റെ കൂട്ടുകെട്ടിലൊക്കെ ചെല്ലുമ്പോ നമുക്ക് എന്തോ പോലെ. നീ പിള്ളേരായിട്ടൊന്നും അധികം കൂടാൻ നിൽക്കണ്ട. അവരൊന്നും ശരിയല്ല. ഞാൻ കണ്ടതാ 2-3 ദിവസം മുമ്പാടായിട്ട് കള്ളുകുടിയും അവിടെ ഇരുന്ന് സിഗരറ്റ് വലിക്കുന്ന ആ പാടത്തിന്റെ സൈഡിലൊക്കെ. അപ്പോഴും നിന്നെ കണ്ടില്ല. നിന്റെ കൂട്ടുകാരന്മാരല്ലേ, അവരൊന്നും ചെന്ന് പെടാൻ നിൽക്കണ്ടട്ടാ. ഇല്ലക്ക, ഞാൻ അതിലൊന്നും പോയിട്ടൊന്നുമില്ല. കാരണം ഉമ്മ വീട്ടു ജോലിക്കൊക്കെ പോയി അത്രയും കഷ്ടപ്പെട്ടില്ലേ നിന്നെ ഓരോന്ന് പഠിപ്പിക്കണതായാലും. അപ്പൊ അതാ ഞാൻ പറയണത്. ഞാൻ പറയണോണ്ട് നിനക്കൊന്നും തോന്നണ്ടട്ടാ. അങ്ങനൊന്നുമില്ല. വേറെ ഒന്നുമില്ല, ഇത് പറയാൻ വേണ്ടി വിളിച്ചതാ ട്ടാ. ശരി എന്നാ. ശരി. പുറത്തില്ലാണ്ട് താമത്തേക്കും ഉണ്ടെങ്കിൽ കിട്ടിന്ന് പറയും. നേരാണെങ്കിൽ ഒരുപാട് വൈകി. വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പേക്ക് ഇത്ര നേരം. വീടിന്റെ അടുത്തുള്ള കാര്യം പിന്നെ വേഗം വന്ന് ഉള്ള പണികളൊക്കെ ചെയ്തിട്ട് വേഗം പോവാ. ബസ്സിന് കാശൊന്നും കൊടുക്കണ്ടല്ലോ. മുറ്റടിച്ച് വിട്ട സമയം ഒരുപാടായി. അതെ, ഒരു പണിക്ക് വരുന്ന നേരമാണ് ഇത്. 10 മണിക്കാണോ പണിക്ക് ജോലിക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണോ പണിക്ക് പോകുമ്പോ അടിച്ചു വരാൻ നിൽക്കുന്നത്? ഇന്നലെ എന്താ ഒന്നില്ല ചെല്ല്. അവിടെ ബാക്കിൽ വേറെ പണികൾ, തുണിയൊക്കെ അലക്കാണ്ട് കുറെ പണികൾ വേറെ ഉണ്ട്. അപ്പൊ ഇന്നലെ എന്താ പനിയായിരുന്നോ? അതെ ഇക്ക, വീട്ടില് ഉമ്മാക്ക് സുഖമല്ല. ഉമ്മയുടെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചിട്ട് വരണം. അത് ഇന്ന് സുഖറൊന്ന് നോക്കാൻ വേണ്ടിട്ട് കൊണ്ടുപോയിക്കായിരുന്നു. അപ്പൊ അവിടെ പോകുമ്പോ ഒടുക്കത്തെ തിരക്ക്. ആ കാരണമാണ് ഇത്തിരി നേരം വൈകി. 2-3 ദിവസമായിട്ട് നേരം വൈകിട്ട് തന്നെ വരുന്നത്. ഇന്നലെ പിന്നെ ഉമ്മാനെ കൊണ്ടുപോയി. ഇന്ന് വിവരം പറയാൻ വേണ്ടിട്ട് ഡോക്ടറെ അടുത്ത് ചെല്ലാൻ വേണ്ടിട്ട് പോയിക്കായിരുന്നു. അതാ ഡോക്ടറെ അടുത്ത് പോയി വിവരം പറഞ്ഞ് കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് ഇപ്പൊ ഓടിക്കൊണ്ട് വരികയാണ്. എനിക്കറിയാം നേരം വൈകിയെന്ന്, അല്ലാണ്ട് മനഃപൂർവ്വം നേരം വൈകിക്കല്ലിക്ക. അതെ, ഇതൊന്നും ഒരു കാരണമല്ല. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കാരണങ്ങൾ പറയാലോ. ശമ്പളത്തിന് പൈസ കുറയുമ്പോഴേ എന്നെ പറഞ്ഞിട്ട് പിന്നെ കാര്യമില്ലട്ടാ. നമ്മളെ കാര്യം ഞാൻ പറഞ്ഞുതരാം. പണിക്ക് വരികയാണെങ്കിൽ നേരത്തെ വരിക. ഞങ്ങൾ പണിക്ക് മറ്റേ ചൂലെടുത്ത് നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ജോലിക്ക് പോകുമ്പോൾ കാണുന്നത്. ആരായാലും ഇവിടുന്ന് പിള്ളേരൊക്കെ പോണതാ ജോലിക്ക്, പിന്നെ വൈഫൊക്കെ പോണതാ. എന്തൊക്കെ അങ്ങനെയൊക്കെ പറയണേ? എനിക്ക് വീട്ടില് കാര്യങ്ങൾ, ഉമ്മ വയ്യാത്ത ഉമ്മ ആയത് കൊണ്ടല്ലിക്ക. ഉമ്മയുടെ കാര്യങ്ങൾ നോക്കിയിട്ട് ഒക്കെ വരുമ്പോ നേരം വൈകി. പിന്നെ മോനൊന്ന് പഠിക്കണ്ട, അവനിക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ശരിയാക്കി ഉമ്മാക്കുള്ളതൊക്കെ മേശപ്പുറത്ത് റൂമിൽ കൊണ്ട് വെച്ച് കൊടുത്തിട്ടാ വരിക. അതെ, ഒരു ദിവസം 2 ദിവസമാണെങ്കിൽ കുഴപ്പമില്ല. ഇത് എന്നും തന്നെയല്ലേ പതിവ്. മാസം ശമ്പളം എനിക്ക് എണ്ണി തരുമ്പോൾ അതിന്റെ വേദന അറിയുള്ളൂ. അതെ, നോക്കിക്കാണ്ട് അപ്പുറത്ത് കുറെ തുണിയുണ്ട്, അതൊക്കെ തിരുമ്പി നോക്കി. ഇവിടെ തടിച്ച് തുടക്കലൊക്കെ പരിപാടി കുറെ ഉണ്ട്, അതൊക്കെ ചെയ്യാൻ നോക്കി പോയിട്ട്. എന്നെ പറഞ്ഞു അതിനുള്ള സമയം തന്നെ അത് പോകും. എത്ര പറഞ്ഞാലും മനസ്സിലായില്ല. നേരം വൈകി വരിക. എന്താ എത്ര നേരം? അല്ല താത്ത, വേഗം പണികൾ ചെയ്യാ. ഇന്ന് ഒരുപാട് വൈകിയല്ലോ. ഇത്തിരി വൈകി. എന്തിനാ ചീത്ത പറയുന്നത്? എന്തിനാ ചീത്ത പറഞ്ഞാ? എന്നും നേരം വൈകിട്ടാ വരുന്നത്. ഇത് മാസമാകുമ്പോ ശമ്പളം ഉണ്ടല്ലോ.
അത് കുറച്ച് കൊടുക്കുക അത്ര തന്നെ. അതിപ്പോ അടുത്തുള്ള കാരണല്ലേ, അത് വന്നാലും എല്ലാ പണിയും തീർത്തിട്ടല്ലേ പോണത്. അത് പണ്ടെന്താ കാര്യം? വെറുതെ പാവം. ഇത്തിരി നേരം വരെ എനിക്ക് എന്തൊക്കെയാ പറയണം. പണികളൊക്കെ എല്ലാം തീർത്തിട്ടല്ലേ നാം പോവുക. പണി തീർക്കാതെ നാം പോകില്ലല്ലോ. എത്ര നേരമായാലും പണി ഇത്തിരി തരും നേരം വേഗം പറ്റും. അവർക്ക് ഓരോന്നും അങ്ങോട്ട് പറയും. ഇക്കയാണ് ഇത്രയൊന്നും കുഴപ്പമില്ല. ഇത്ത ഒന്നും മിണ്ടില്ല. ഇക്കയാണ് ശമ്പളത്തിൽ കുറയ്ക്കണം. എന്താ ചെയ്യുക, ഗതികേട് കൊണ്ടല്ലേ. ഉണ്ടെങ്കിൽ വരേണ്ട ആവശ്യമില്ലല്ലോ. ആ താത്ത, 2-3 ദിവസത്തെ തുണിയേ തിരുമ്പാണ്ട് നിറയെ തുണിയുണ്ട്, ഒന്ന് അതൊന്ന് അലക്കിയിടോ. പണി ചെയ്യാം. ഇവിടുത്തെ കഴിഞ്ഞതാത്ത, അതെ കഴിഞ്ഞ പോയി തിരുമ്പ തന്നെ. ആയിക്കോട്ടെ. ബാത്റൂമിലും കുറച്ച് തുണിയുണ്ടേ, എടുക്കുമ്പോ അത് കൊടുക്കും. ബാത്റൂമിൽ കുറച്ച് തുണിയുണ്ട് പറഞ്ഞപ്പോൾ എടുക്കും. പറ പരിപാടിയാ. എൻ്റെ കയ്യില് ഫണ്ടൊന്നുമില്ല. എൻ്റെ ഉമ്മ അവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് വർക്ക് ചെയ്യണത്. ഞാനൊന്ന് നോക്കട്ടെ, ഉമ്മാൻ്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കട്ടെ. ഞാൻ റെഡിയായി പറഞ്ഞാൽ നമുക്കൊന്ന് വൈകുന്നേരം ഒന്ന് കൂടാം. നോക്കിയിട്ട് എന്തായാലും വിളിക്കാം. ശരിയാടാ, ഞാൻ നോക്കിയിട്ട് വിളിക്കാം എന്തായാലും. ആ താത്ത ഉമ്മയോ? ഏതുമ്മ? ഉമ്മ ഇവിടെ പണിയെടുക്കുന്നു. നീ ജബീനത്താന്റെ മോനാണോ? അതെ. പഠിക്കപ്പോ ഇത്ര പോന്ന മോനൊക്കെ ഉണ്ടോ? നീ ഇപ്പൊ എന്തായാലും പഠിക്കേ? അപ്പൊ ആ താത്ത പറഞ്ഞില്ലല്ലോ ഇത്ര വലിയ മോനുണ്ടെന്ന്. പഠിക്കൊക്കെ തന്നെയാണ്. ഉമ്മ എവിടെ? എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു. ഉമ്മ അവിടെ ബാഗിൽ തിരുമുണ്ട് മോനെ, കൂടെ പോയിക്കോ. എന്താ മോനെ, നീ എന്തെങ്കിലും വന്നിക്കണ്? എന്താ പറ്റി? ഉമ്മ എനിക്കൊരു 500 റുപ്യ വേണമ്മ. എന്തിനാ മോനെ? കോളേജിൽ ഫീസ് അടക്കണ്ടേ? അമ്മ വരുമ്പോ നീ പറഞ്ഞില്ല? അത് ഞാൻ രാവിലെ തന്നെ മറന്നുമ്മ. അതിന്റെ ഓർമ്മയേ ഇല്ല. ഉള്ള ഓർമ്മ വന്നു, അതാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തിനാ എന്റെ അത്ര ദൂരത്തുനിന്ന് വന്ന്? കാലത്ത് പറയായിരുന്നല്ലോ, ഉമ്മ മേടിച്ചോണ്ട് തന്നിട്ടുണ്ടാവൂലേ? അതൊന്നും കാര്യമില്ല. എന്നാ ശരി, ഞാൻ ആ താത്താന്റെ അടുത്ത് പൈസ മേടിച്ച് തരാൻ. എന്റെ മതിൽ നടക്കുന്നത് ഇട്ടിട്ട് വരാം. ശരി. പൈസ ഒന്നുമില്ല, ഇരിക്കുന്ന എല്ലാരും. അൽഹംദുലില്ല. പിന്നെന്തൊക്കെയുണ്ട് വിശേഷം? ചായ കുടിയൊക്കെ കഴിഞ്ഞ നിങ്ങളുടെ? താത്ത നിക്കട്ടാ, ഒരു മിനിറ്റ്, അപ്പൊ വിളിക്കാം. എന്തേ? എനിക്കൊരു 500 രൂപ വേണം താത്ത. എന്റെ മോനിക്ക് സ്കൂൾ ഫീസ് കൊടുക്കാനാ. അവൻ കാലത്ത് വരുമ്പോഴേ എന്നോട് പറഞ്ഞില്ല, അവനക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അവൻ ഇത്ര പോലും മോനല്ല, അവൻ എന്തെങ്കിലും പണി നോക്കാറുന്നില്ലേ? അയ്യോ അങ്ങനെ പറയല്ല താത്ത, എന്റെ മോന്റെ ജീവിതമാണ് എനിക്ക് വല്ലാത്തൊരിത്. അവനൊന്ന് നല്ലപോലെ പഠിപ്പിച്ച് എന്റെ വിഷമം അതുകൊണ്ട് മാറണം എന്നാണ് താത്ത എന്റെ. എന്താന്ന് അവനെ എത്ര ഗതികേട് ആയാലും അവനെ നല്ലപോലെ പഠിപ്പിക്കുന്നത് എന്താന്ന്, അവനൊന്ന് പഠിച്ച് ഒന്ന് നല്ല നിലയിൽ എത്താൻ വേണ്ടിയിട്ടാ. അതാണ് ഈ പാട് പെട്ടിട്ട്. ഈ വീട്ടിലത്തെ പണി മാത്രമല്ല, അത് കഴിഞ്ഞ് ഇനി വേറെ വീട്ടിലും കൂടി ഉണ്ട്, അതും എനിക്ക് പോയി ചെയ്യണം. അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടി വന്നിട്ട് 500 രൂപ ചോദിച്ചപ്പോഴേ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, വരുമ്പോ കൊടുക്കാനും. പിന്നെ വരുമ്പോഴും ചോദിച്ചില്ല. ഇപ്പൊ വന്നിട്ട് എത്ര ദൂരത്തുനിന്ന് നടന്നു വന്നിട്ടാണ് ഇപ്പൊ എന്നോട് വന്ന് ചോദിക്കുന്നത്. അതിന് കുഴപ്പമില്ല, ഞാൻ തരാം. അത് കുഴപ്പമില്ല, കുട്ടി പഠിക്കുന്ന കാര്യമില്ലേ. മോനെ, താത്താടുത്ത് പൈസ വെച്ചിട്ട് താത്ത തരാന്ന് പറഞ്ഞിട്ടുണ്ടാ. മോനെ, ഉച്ചത്തെ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ചത് കഴിച്ചില്ലേ ഈ? താത്ത ഇതിൽ 1000 ഉണ്ട്. ഇവിടെ പഠിത്തത്തിന്റെ കാര്യമല്ലേ. ഉമ്മ നല്ല ബുദ്ധിമുട്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നല്ല ശ്രദ്ധിക്കൊണ്ടിട്ടാ പഠിപ്പിച്ചൊക്കെ. എന്നാ മോനെ പൈസ കൊണ്ടുപോയിട്ടുണ്ട്. മോനെ ഫീസ് കൊടുക്ക്. ശരി, പൊയ്ക്കുമ്മ. കുറച്ച് തുണിയും കൂടി തിരുമ്പാനുണ്ടേ. അത് തിരുമ്പി കഴിഞ്ഞ് ഇവർക്ക് ചായ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ പണി കഴിഞ്ഞ്. ഇതൊക്കെ ഉമ്മ വരാട്ടാ.
ശരി മോൻ പൊക്കോ. എല്ലാ ഇതാരാ പോണത്? അതെന്റെ മോനാ. എല്ലാ എന്ത് ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞിരിക്കണത്? അവിടെ പണിയൊന്നുമില്ലേ? നിങ്ങക്ക് ഇതിനാണോ ശമ്പളം തരുന്നത്? ഇവിടെ വർത്താനം പറഞ്ഞിരിക്കാനോ ശമ്പളം തരുന്നേ? അതെന്റെ മോനൊരു കാര്യത്തിന് വന്നാണ്. എന്തേ? അവന് സ്കൂൾ ഫീസ് കൊടുക്കാനേ, കോളേജ് ഫീസ് കൊടുക്കണം പറഞ്ഞിട്ടേ കാലത്ത് വരുമ്പോ എന്നോട് പറയാൻ മറന്നു. അപ്പൊ ഇപ്പൊ വീട് അത്ര ദൂരത്ത് നടന്നു വന്നിക്ക കുട്ടി ഫീസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ മോന് ഇപ്പം നല്ലപോലെ പഠിച്ച്, എൻ്റെ രക്ഷ എൻ്റെ മോനാണ്. അവനെ നല്ലപോലെ പഠിപ്പിക്കണം, അവൻ നല്ല നിലയിൽ എത്തണം. എൻ്റെ മോൻ പഠിച്ച് ഞങ്ങൾ വിഷമങ്ങളൊക്കെ മാറണം. അതിനാണ് ഇത്രയും കഷ്ടപ്പാട് ഞാൻ പെടുന്നത്. എൻ്റെ പ്രതീക്ഷ ഒക്കെ എൻ്റെ മോനാണ്. എൻ്റെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ മോൻ പഠിച്ച് നല്ല നിലയിൽ എത്തണം എന്നാണ്. എൻ്റെ മോൻ പഠിച്ച് നല്ല നിലയിലെത്തിയ എന്നെ പൊന്നുപോലെ നോക്കും. ആ ഒരു വിശ്വാസമാണ്. എൻ്റെ മോൻ നോക്കുന്നൊക്കെ നല്ല ഉറപ്പുണ്ട്. എത്ര കഷ്ടപ്പെട്ടാലും എൻ്റെ മോനെ എനിക്ക് പഠിപ്പിക്കണം. ഇത് വേണ്ടെന്നാ വേണ്ടെന്നാ. എന്തേ? ഇല്ല, അത് കുഴപ്പമില്ല. അത് കൊണ്ടുപോ. ഒന്നുമില്ല, വേണ്ട. എന്താ കുട്ടി വേണ്ടെന്ന് പറഞ്ഞിട്ട് പോണു? ഹലോ അതെയാ, നീ എപ്പോഴും വിളിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ഞാൻ ഇനിയിപ്പോൾ ആ പരിപാടികൾക്കൊന്നും ഇല്ലടാ. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് കഷ്ടപ്പെടുന്നത്. എൻ്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. ഞാനിപ്പോൾ അങ്ങനെ ഒന്നും അവരിനെ പറ്റിച്ച് ജീവിച്ചിട്ട് ശരിയായില്ല. അത് ഞാനിപ്പോൾ പഠിക്കണോടാ. എനിക്ക് എൻ്റെ ഉമ്മാനെ നോക്കണം. ഇനിയിപ്പോൾ ഞാൻ പഠിക്കാൻ തുടങ്ങുകയാണ്. ഇനി ഇങ്ങനെയുള്ള പരിപാടികൾക്കൊന്നും ഞാനില്ല. എന്നെ ഇനി വെറുതെ വിളിക്കണ്ട. ശരിയടാ, ഞാൻ എന്നാൽ പിന്നെ വിളിക്കാം. പിന്നെ